രക്തസാക്ഷി ഫണ്ട് തിരിമറിച്ചുവെന്ന് ആരോപിച്ച് കുഞ്ഞികൃഷ്ണൻ CPM-ലെ ചില നേതാക്കളെ ചോദ്യം ചെയ്തതാണ് പ്രകോപനമായത്. ഇതേ വി കുഞ്ഞികൃഷ്ണനെ പുസ്തകം CPM-ന്റെ അന്ത്യം കുറിക്കും. അതിനാൽ പുസ്തകം ഇറങ്ങിയാൽ കത്തിക്കാനാണ് നീക്കം. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിരുന്നു അദ്ദേഹം. പാർട്ടി വഴിയിലൂടെ തന്നെയാണ് തന്റെ പരാതിയുമായി കുഞ്ഞികൃഷ്ണൻ നടന്നത്. ഒടുവിൽ പരാതി തള്ളി പരാതിക്കാരനെ ശാസിക്കുകയും ചെയ്തതോടുകൂടിയാണ് കുഞ്ഞികൃഷ്ണൻ തിരുത്താൻ ശ്രമിച്ചത്. എന്നാൽ പാർട്ടി കുഞ്ഞികൃഷ്ണനെ തിരുത്തി. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് തിരിമറി നടത്തുന്നു എന്ന് പയ്യന്നൂരിൽ പാർട്ടി പ്രവർത്തകർ ഒരിക്കലും വിശ്വസിക്കില്ല. കുഞ്ഞികൃഷ്ണൻ തുറന്നു പറയാൻ തയ്യാറായതും അതുകൊണ്ടാണ്. ധനരാജ് ഫണ്ട് ക്രമക്കേടടക്കം പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് ക്രമക്കേടും പുറത്തു കൊണ്ടുവന്നത് മലയാള മനോരമയാണ്. CPM-ൽ അസംതൃപ്തർ ഏറി വരികയാണ്. ഇതേ നില തുടർന്നാൽ കേരളത്തിലെ പാർട്ടിക്ക് ബംഗാളിലെ പാർട്ടിയുടെ സ്ഥിതി വരും. ഇത് പറയുന്നതും CPM ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണനാണ്. കുഞ്ഞികൃഷ്ണന്റെ വീർപ്പുമുട്ടൽ പയ്യന്നൂരിലെ പാർട്ടി സഖാക്കൾ വർഷങ്ങളായി നേരിട്ട് അനുഭവിക്കുന്നതാണ്. അതും കുഞ്ഞികൃഷ്ണനിലൂടെ പുറത്തു വന്നുവെന്ന് മാത്രം. 10 വർഷത്തോളമായി പയ്യന്നൂരിൽ പുകയുന്നതാണ് ചില പാർട്ടി നേതാക്കളുടെ ഭൂമാഫിയ ബന്ധവും വൻകിട പണക്കാരുമായുള്ള ഇടപാടുകളും ഗുണ്ടാബന്ധവുമൊക്കെ. അതിനു മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല പയ്യന്നൂരിലെ പാർട്ടി. ടി പുരുഷുവിന്റെ നേതൃത്വത്തിൽ ബ്ലേഡ് മാഫിയക്കെതിരെ DYFI CPM പ്രവർത്തകർ നടത്തിയ വീറുറ്റ പോരാട്ടത്തിലൂടെ ശ്രദ്ധേയമായ നാടാണ് ഇത്. ടി പുരുഷു പിന്നീട് പാർട്ടിക്ക് പുറത്തായതാണ് ചരിത്രം. ആർക്കെതിരെയാണോ അന്ന് സമരം നടന്നത് അവരുമായി പിന്നീട് ചില പ്രധാന നേതാക്കൾ ചങ്ങാത്തം കൂടുന്നതും പയ്യന്നൂരിന് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണനെ പാർട്ടി വർഗശത്രുവാക്കും. പക്ഷേ പുസ്തകത്തിലെ കണക്കുകൾക്ക് പാർട്ടി മറുപടി പറയേണ്ടി വരും. പയ്യന്നൂരിൽ മാത്രമല്ല പുറത്തും കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളെ പ്രതിരോധിക്കാനും പാർട്ടി അല്പം വീർക്കും. കാരണം പാർട്ടിക്കെതിരെ തിരിഞ്ഞ മറ്റ് നേതാക്കളെ പോലെയല്ല കുഞ്ഞികൃഷ്ണൻ. ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നില്ല. സ്ഥാനമാനങ്ങളും ലക്ഷ്യവുമില്ല. 50 വർഷത്തിലധികം നീണ്ട പൊതുപ്രവർത്തനത്തിനൊടുവിൽ കറ പുരളാത്ത പാർട്ടി കുപ്പായം ഇട്ട് തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തേക്ക് നടന്നത്. ഇതാണ് സാഹചര്യമെന്നിരിക്കെ പാർട്ടിക്ക് വിയർപ്പ് ഒഴുകേണ്ടി വരും. പാർട്ടി പറയുന്നത് കേട്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തയാളാണ് അദ്ദേഹം. അർഹതയുണ്ടായിട്ടും പഞ്ചായത്ത് വാർഡിലേക്ക് പോലും മത്സരിച്ചില്ല. കണക്കിൽ കണിശക്കാരനാണ്. മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനോ അതിലൂടെ സ്ഥാനം നേടാനോ വേണ്ടിയല്ല കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ തുറന്നടിച്ചത്. നേതൃത്വത്തെ അണികൾ തിരുത്താനാണ്. തന്റെ തുറന്നു പറച്ചിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് കുഞ്ഞികൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ വെളിപ്പെടുത്തിയത് എന്തിന് എന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു. പാർട്ടിക്ക് എല്ലായ്പ്പോഴും ഓരോ പരിപാടിയുണ്ട്. ഈ തിരയടങ്ങിയിട്ട് തോണി ഇറക്കാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് പറയാൻ കഴിഞ്ഞില്ലെന്ന് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഇഫക്റ്റ് ഉണ്ടാകും. അതിനുള്ള അണിയറ നീക്കങ്ങൾ സജീവമാണ്. കുഞ്ഞികൃഷ്ണന്റെ പരാതി അടിസ്ഥാനമാക്കി പയ്യന്നൂരിലെ പാർട്ടി ഫണ്ടുകളിലെ തിരിമറിയും പണം നഷ്ടപ്പെട്ടതും മലയാള മനോരമയാണ് പുറത്തു കൊണ്ടുവന്നത്. 2022 ഫെബ്രുവരിയിലും മെയ്യിലും കൃത്യമായ കണക്കുകളിലൂടെ ക്രമക്കേട് പുറത്തു വന്നു. പല പ്രവർത്തകർക്കും അത് അവിശ്വസനീയമായി മാറി. ഏതു ഫണ്ടിൽ തിരിമറി നടന്നാലും രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടക്കില്ലെന്നായിരുന്നു പ്രവർത്തകരുടെ വിശ്വാസം. അതാണ് പയ്യന്നൂരിൽ ഇല്ലാതെയായതും. പാർട്ടിയെ എന്നും ജീവശ്വാസമായി കരുതുന്ന CPM പ്രവർത്തകർക്ക് രക്തസാക്ഷികൾ വീരനായകന്മാരാണ്. രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ എന്നും പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. ധനരാജിനെ ആരാധനയോടെ കണ്ട പ്രവർത്തകരുള്ള പയ്യന്നൂരിലാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ കാണാതെ പോയതായി കുഞ്ഞികൃഷ്ണൻ കണ്ടെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി 6 രസീത് ബുക്കുകൾ അധികവും അനധികൃതവുമായി അച്ചടിച്ചു വന്നുവെന്ന ഗുരുതരമായ കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിർമ്മാണത്തിന് വേണ്ടി ആദ്യഘട്ടത്തിൽ സഹകരണ ജീവനക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 70 ലക്ഷം രൂപ കണക്കിൽ കാണാനില്ല എന്ന കണ്ടെത്തലും പാർട്ടി പ്രവർത്തകരുടെ മനസാക്ഷിയെ വേട്ടയാടുന്നതാണ്. 1 കോടിയിലധികം രൂപ പിരിച്ചെടുത്ത ധനരാജ് ഫണ്ടിൽ ധനരാജിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകിയതടക്കം ചെലവായതും കിഴിച്ചാൽ 46 ലക്ഷം രൂപ ബാക്കി വേണമെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ കണ്ടെത്തൽ. അപ്പോഴും ധനരാജിന്റെ പേരിൽ ഉണ്ടായിരുന്ന 9.80 ലക്ഷം രൂപയുടെ കടം വർഷങ്ങളോളം വീടാതെ കിടന്നു. ഫണ്ട് ക്രമക്കേട് വാർത്ത വന്നതിന് ശേഷമാണ് പാർട്ടി ഈ കടം വീട്ടിയത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിലേക്കും 3 പാർട്ടി ഫണ്ടുകളിൽ ക്രമക്കേട് നടന്നുവെന്ന് തെളിവുകൾ സഹിതമാണ് വി കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി 6 രസീത് ബുക്കുകൾ അധികവും അനധികൃതവുമായി അച്ചടിച്ചുവെന്ന ഗുരുതരമായ കണ്ടെത്തലുമാണ് ഉണ്ടായത്.
പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി ആദ്യഘട്ടത്തിൽ സഹകരണ ജീവനക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 70 ലക്ഷം രൂപ കണക്കിൽ കാണാനില്ല എന്ന കണ്ടെത്തലും പാർട്ടി പ്രവർത്തകരുടെ മനസാക്ഷിയെ വേട്ടയാടുന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരമില്ലാത്തതും ചോദ്യം ഉയർത്തുമ്പോൾ മൂടിവെക്കാൻ കുറ്റാരോപിതർ ശ്രമിച്ചതും വ്യാജരേഖ ചമച്ചതും പ്രവർത്തകരുടെ സംശയം വർദ്ധിപ്പിക്കുന്നു. ഈ കണക്കുകളെല്ലാം മൂടിവെക്കുന്ന തരത്തിലാണ് ജില്ലാ കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ കണക്കുകൂട്ടലെന്നും വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നു. കുറ്റാരോപിതർക്കൊപ്പം താനും നടപടിക്ക് വിധേയമായപ്പോഴും തിരിമറി കണക്കുകൾ പുറത്തു പറയാതെ പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ ചെയ്തത്. തന്റെ പരാതിയെ പറ്റി വന്ന വാർത്തകൾ നിഷേധിച്ചില്ലെങ്കിലും കണക്കുകളൊന്നും പുറത്തുവിടാതെ അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്കം പാലിച്ചു. തന്റെ കണക്കുകളെയും കണ്ടെത്തലുകളുടെയും ജില്ലാ കമ്മിറ്റി തള്ളുന്നതും കുറ്റാരോപിതരെ പഴയ സ്ഥാനങ്ങളിൽ തിരിച്ചെത്തിക്കുന്ന സമയത്തും നിശബ്ദനായി നോക്കി നിന്നു. പക്ഷേ പയ്യന്നൂരിലെ ചില നേതാക്കളുടെ പ്രവർത്തന ശൈലി തുടരുകയായിരുന്നു. പാർട്ടി നിയന്ത്രണത്തിലുള്ള പയ്യന്നൂരിലെ ഒരു സഹകരണ ബാങ്ക് വാങ്ങിയ ഭൂമിയുടെ വില സംബന്ധിച്ച് പയ്യന്നൂരിൽ വിവാദമുയർന്നു. സെന്റിന് 3.5 ലക്ഷം രൂപ വില വരുന്ന ഭൂമി സെന്റിന് 18 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതിന് പിറകിൽ ചില പാർട്ടി നേതാക്കളുടെ ഭൂമാഫിയ ബന്ധമാണെന്നായിരുന്നു വിവാദം. ഇക്കാര്യം വി കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചു. തെളിവ് നൽകാൻ കുഞ്ഞികൃഷ്ണന് സാധിച്ചില്ലെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. ഇ.പി. ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയുടെ പേരിൽ മറ്റൊരു പരാതിയും കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരുന്നു. രണ്ടിലും തെളിവ് നൽകാൻ കുഞ്ഞികൃഷ്ണന് സാധിക്കാത്തതിനാൽ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ ശാസിക്കാനായിരുന്നു CPM ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. പാർട്ടിക്കകത്തും പരാതി പറഞ്ഞതിന്റെ പേരിൽ നടപടിക്ക് വിധേയനാകുന്ന ഏക ജില്ലാ കമ്മിറ്റി അംഗവും വി കുഞ്ഞികൃഷ്ണനായിരിക്കാം. CPM വെള്ളൂർ ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെ സ്വീകരിച്ചായിരിക്കുമ്പോൾ റോഡരികിൽ പ്രവർത്തകർക്കിടയിൽ നിന്നും കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് നീങ്ങി വിജയരാഘവൻ. മാത്രമല്ല, ഈ ശാസനയുടെ വാർത്ത ചില മാധ്യമങ്ങളിൽ വന്നത് പാർട്ടി ഫണ്ട് തിരിമറി എന്ന അടിസ്ഥാനരഹിതമായ പരാതി ഉന്നയിച്ചതിന് കുഞ്ഞികൃഷ്ണൻ ശാസന എന്ന രീതിയിലാണ്. പാർട്ടിയിലെ ചിലർ തന്നെ വേട്ടയാടുകയാണ് എന്ന് കുഞ്ഞികൃഷ്ണൻ തിരിച്ചറിഞ്ഞു. മൗനം വെടിഞ്ഞ് ചിലതൊക്കെ പുറത്തു പറയേണ്ട സമയമായി എന്ന് അദ്ദേഹം തീരുമാനിച്ചത് അപ്പോഴാണ്. സമാന മനസ്കരുമായി ആലോചിച്ച് അദ്ദേഹം ക്രമക്കേടുകളുടെ കണക്കുകളും തുടർന്നുണ്ടായ സംഭവങ്ങളും എഴുതി. നേതൃത്വത്തെ അണികൾ തിരുത്തണം. ആ പുസ്തകം അടുത്തു തന്നെ പുറത്തിറങ്ങണം. 3 പാർട്ടി ഫണ്ടുകളിൽ നടന്ന തിരിമറികളുടെ യഥാർത്ഥ കണക്കുകൾ സഹിതം. 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ 2026 തെരഞ്ഞെടുപ്പിന് ശേഷം ഉന്നയിച്ചിട്ട് പ്രയോജനമില്ലെന്നതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും പറയണമെന്ന് തീരുമാനിച്ചത്. 5 വർഷമായി പാർട്ടിക്കകത്ത് നിരന്തരമായി പ്രശ്നം ഉയർന്നിട്ടുണ്ട്. ഇനി ജനങ്ങളോട് തുറന്നു പറയുകയല്ലാതെ മാർഗമില്ല. രക്തസാക്ഷി ഫണ്ട് വകമാറ്റുക മാത്രമല്ല, അപഹരിക്കുകയും ചെയ്തു. രക്തസാക്ഷി ഫണ്ടും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടും അന്യോന്യം വകമാറ്റിയുള്ള കണക്കാണ് ഉത്തരവാദപ്പെട്ടവർ അവതരിപ്പിച്ചത്. ധനരാജ ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടും ചേർന്ന് 91 ലക്ഷം രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 51 ലക്ഷം രൂപ പാർട്ടി നഷ്ടപ്പെട്ടതിന് പുറമെ 40 ലക്ഷം വക മാറ്റിയതും ചേർന്നതാണ്. 35 ലക്ഷം വക മാറ്റിയത് പിന്നീട് ജില്ലാ കമ്മിറ്റി പരിശോധിച്ചാണ് 40 ലക്ഷം ആക്കിയത്. വീട് നിർമ്മാണം നടക്കുമ്പോൾ KP മധുവാണ് ഏരിയ സെക്രട്ടറി. കണക്കിൽ 34.25 ലക്ഷം ചെലവായെന്നാണ് രേഖപ്പെടുത്തിയത്. ഒറ്റ നില ചെറിയ വീടിന്റെ കുറെ കാര്യങ്ങൾ ശ്രമദാനമായി സഖാക്കൾ ചെയ്തിട്ടുണ്ട്.